നമസ്കാരം. ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായൊരു കൂട്ടുകെട്ടിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ചിരിക്കുന്ന ഒരു വിദൂഷകൻ. മറ്റേത്, ആർക്കും ഒഴിവാക്കാനാവാത്ത മരണം. ഇവർ തമ്മിൽ എന്താ ബന്ധം, അല്ലേ? ശരിക്കും ആഴത്തിലുള്ളൊരു കഥയാണിത്. അപ്പോൾ ഈ ഒരു വിചിത്രമായ ബന്ധത്തിന് പിന്നിലെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതൊന്ന് കേട്ടുനോക്കൂ. വില്യം ഷേക്സ്പിയറിന്റെ വളരെ ശക്തമായ ചില വാക്കുകളാണിത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു രാജാവിന്റെ കിരീടത്തിനുള്ളിൽ പോലും മരണം എപ്പോഴും പതിയിരിക്കുന്നുണ്ട്. എന്നിട്ടോ അവിടെ തന്നെ രാജാവിന്റെ ഈ ഗമയൊക്കെ കണ്ട് പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് ഒരാളിരിപ്പുണ്ട്. നമ്മുടെ കോമാളി അല്ലെങ്കിൽ വിദൂഷകൻ. രാജാവ്, മരണം, വിദൂഷകൻ, ഈ മൂന്നു പേരെയും തുടക്കത്തിലെ തന്നെ ഒരുമിപ്പിക്കുന്ന ഈ വാക്കുകൾ നമ്മുടെ ഈയൊരു ചർച്ചയ്ക്ക് ഒരു അടിപൊളി തുടക്കം തരുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം ഇതാണ്: മരണത്തിന്റെ ആർക്കും ഒഴിഞ്ഞുമാറാനാവാത്ത നൃത്തം. മരണം എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന വലിയ ആശയം. ഇത് ശരിക്കും തുടങ്ങുന്നത് മധ്യകാല യൂറോപ്പിലെ ഡാൻസ് മക്കാബ്രെ എന്നൊരു സങ്കല്പത്തിൽ നിന്നാണ്. എന്താണത്? രാജാവായാലും പാവപ്പെട്ടവനായാലും എല്ലാവരെയും ഒരുപോലെ പിടിച്ച് നൃത്തം ചെയ്യിക്കുന്ന ഒരു വലിയ ശക്തി. അതാണ് മരണം. നമുക്കതിലേക്കൊന്ന് നോക്കാം. ഡാൻസ് മക്കാബ്രെ, അതായത് മരണനൃത്തം. ഇതൊരു കലാരൂപമാണ്. പ്ലേഗും യുദ്ധവുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു കാലത്തെക്കുറിച്ച് ഓർത്തു നോക്കൂ. ജീവിതം എപ്പോ വേണമെങ്കിലും തീർന്നു പോകാമെന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ആശയമുണ്ടാകുന്നത്. ശരിക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. നിങ്ങൾ രാജാവായിക്കോട്ടെ, ഒരു സാധാരണ കർഷകനായിക്കോട്ടെ, മരണത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആരും വലുതല്ല, ആരും ചെറുതല്ല. ഇതൊന്നു നോക്കിയേ. ഒരു സൈഡില് നമ്മുടെ രാജാവ്, ഭൂമിയിലെ സകല അധികാരങ്ങളും കയ്യിലുള്ളയാൾ. പക്ഷേ മറുഭാഗത്താരാ? യഥാർത്ഥ ശക്തി, മരണം. രാജാവിന്റെ പദവിയൊക്കെ അതൊക്കെ കുറച്ചുകാലത്തേക്ക് മാത്രം. പക്ഷേ മരണം അങ്ങനെയല്ല. അത് ശാശ്വതമാണ്, ഉറപ്പുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യം നമുക്ക് വ്യക്തമാകും: മരണം വരുമ്പോൾ നമ്മുടെയൊക്കെ പദവികളും സ്ഥാനമാനങ്ങളും എല്ലാം അപ്രസക്തമാകും. എല്ലാവരും ഒന്നായിത്തീരും. പക്ഷേ എല്ലാവരും പേടിച്ചു വറച്ച് ഈ മരണനൃത്തത്തിൽ പങ്കുചേരുമ്പോൾ ഒരാൾ മാത്രം ഇതിനെയൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. ഭയമില്ലാതെ ചിരിച്ചുകൊണ്ട് ഇതിനെ നേരിടുന്ന ഒരാൾ. അതാരായിരിക്കും? അതെ, നമ്മുടെ വിദൂഷകൻ തന്നെ. എന്തായിരിക്കും അയാളുടെ ആ ചിരിയുടെ രഹസ്യം? നമുക്കതൊന്ന് അന്വേഷിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. മാർപ്പാപ്പമാർ, രാജാക്കന്മാർ, വലിയ വലിയ കച്ചവടക്കാർ, ഇവരെല്ലാം മരണത്തെ കാണുമ്പോൾ പേടിച്ചു വിറയ്ക്കുകയാണ്. പക്ഷെ നമ്മുടെ വിദൂഷകൻ മാത്രം ഒരു കൂസലുമില്ലാതെ ഒരു ചിരിയോടെ ആ നൃത്തത്തിൽ ചേരുന്നു. ഈ ജീവിതമെന്ന വലിയ അസംബന്ധ നാടകം കണ്ട് അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ മാത്രം ഇങ്ങനെ? എന്താണ് അവനെ മറ്റുള്ളവരിൽ നിന്ന് ഇത്ര വ്യത്യസ്തനാക്കുന്നത്? പ്രശസ്തനായ തത്വചിന്തകൻ സോറൻ കീർക്കെഗാഡിന്റെ ഈ വാക്കുകൾ ഒരുപക്ഷേ ആ വിദൂഷകന്റെ ചിരിയുടെ കാരണം നമുക്ക് പറഞ്ഞുതരും. അദ്ദേഹം പറയുന്നത്, പ്രായമായി ഞാൻ കണ്ണു തുറന്ന് യാഥാർത്ഥ്യം കണ്ടപ്പോൾ ഞാൻ ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം ചിരി നിർത്തിയിട്ടില്ല എന്നാണ്. ജീവിതത്തിന്റെ പൊള്ളത്തരങ്ങൾ, അതിലെ അസംബന്ധങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ചിരിയല്ലാതെ വേറെന്തു വരാനാണല്ലേ? അത് വെറുമൊരു ചിരിയല്ല, അതൊരു വലിയ തിരിച്ചറിവിന്റെ ചിരിയാണ്. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ വിദൂഷകന്റെ വിഡ്ഢിത്തം ശരിക്കും ഒരു വിഡ്ഢിത്തമല്ല. അത് സത്യത്തിൽ ഒരു മുഖമൂടിയാണ്. വളരെ ആഴത്തിലുള്ളതും എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാവാത്തതുമായ ഒരുതരം ജ്ഞാനത്തെ മറച്ചുവെക്കുന്ന ഒരു മുഖമൂടി. നമുക്ക് ആ മുഖമൂടികൾക്ക് പിന്നിൽ എന്താണെന്നൊന്ന് നോക്കിയാലോ? ഈ വിദൂഷകന് ഒരു രൂപം മാത്രമല്ല ഉള്ളത്. പലതരം മുഖങ്ങളുണ്ട്. കൊട്ടാരത്തിലെ വിദൂഷകൻ, തന്ത്രങ്ങൾ മെനയുന്ന ട്രെക്സ്റ്റർ, നമ്മളെ ചിരിപ്പിക്കുന്ന കോമാളി, ജ്ഞാനിയായ വിഡ്ഢി, പിന്നെ പുണ്യവിഡ്ഢി. ഇങ്ങനെ പല രൂപങ്ങൾ. പക്ഷേ ഇവരൊക്കെ പ്രതിനിധീകരിക്കുന്നത് ഒരേ ആശയത്തെയാണ്. അതിന്റെ പല ഭാവങ്ങളാണെന്ന് മാത്രം. ഷേക്സ്പിയറിന്റെ 12th നൈറ്റ് എന്ന നാടകത്തിലെ വിദൂഷകൻ പറയുന്നൊരു കാര്യമുണ്ട്: വിഡ്ഢിയായ ഒരു ബുദ്ധിമാനേക്കാൾ എത്രയോ നല്ലത് ബുദ്ധിയുള്ള ഒരു വിഡ്ഢിയാണ്. ഇതൊരു വിരോധാഭാസം പോലെയുണ്ടല്ലേ? പക്ഷെ അതാണ് സത്യം. വിഡ്ഢി എന്ന ആ പേരിന്റെ മറവിൽ മറ്റാർക്കും പറയാൻ ധൈര്യമില്ലാത്ത സത്യങ്ങൾ വിളിച്ചു പറയാനുള്ളൊരു ലൈസൻസ് അയാൾക്ക് കിട്ടുകയാണ്. ഇതൊന്നു നോക്കൂ. കൊട്ടാരത്തിലെ വിദൂഷകൻ അയാളുടെ വിഡ്ഢിത്തം ഒരു പരിചയാക്കി വെച്ച് രാജാവിനോട് പോലും സത്യങ്ങൾ പറയുന്നു. ഇനി ട്രിക്സ്റ്ററാണെങ്കിലോ സമൂഹത്തിന്റെ കാപട്യങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ് അയാൾ. പിന്നെ പുണ്യവിഡ്ഢി, അയാൾ ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളെയും തള്ളിപ്പറഞ്ഞ് ദൈവികമായ സത്യം തേടിപ്പോകുന്നു. ഇവർ മൂന്നു പേർക്കും ഒരു പൊതുവായ സ്വഭാവമുണ്ട്. നിലവിലുള്ള സാമൂഹിക രീതികളെ ഇവർ ചോദ്യം ചെയ്യുന്നു. ഓക്കെ, നമ്മളിപ്പോൾ വിദൂഷകന്റെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്കാണ് കടക്കുന്നത്. അവന്റെ ലോകവീക്ഷണത്തിന്റെ കാതൽ. ജീവിതമെന്നത് ഒരു വലിയ തമാശയാണ്, ഒരു ദിവ്യമായ കളിയാണ് എന്ന അവന്റെ കാഴ്ചപ്പാടിലേക്ക്. എന്താണ് ആ വലിയ രഹസ്യം? അപ്പോൾ എന്താണ് ആ രഹസ്യം? വിദൂഷകന് മാത്രം അറിയാവുന്ന അവൻ കാണുന്ന ആ സത്യം എന്തായിരിക്കും? അതിന്റെ ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട്: ലീല. ഇതൊരു സംസ്കൃത വാക്കാണ്.
അർത്ഥം ദിവ്യമായ കളി. ഈ ആശയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചം വലിയ ഗൗരവമുള്ളൊരു സൃഷ്ടിയല്ല, മറിച്ച് ഈശ്വരന്റെ ഒരുതരം ആനന്ദനൃത്തമാണ്, ഒരു കളിയാണ്. വിദൂഷകൻ ജീവിതത്തെ നോക്കിക്കാണുന്നത് ഈ ഒരു വലിയ കളിയുടെ ഭാഗമായിട്ടാണ്. അലൻ വാട്സിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. അദ്ദേഹം പറയുന്നു, നമ്മുടെ എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളും വെറും കളികളാണെന്നാണ് വിദൂഷകന്റെ പക്ഷം. അതുകൊണ്ടാണ് ആളുകൾ അവരുടെ ഈ കളികളെ ഭയങ്കര ഗൗരവത്തോടെ കാണുമ്പോൾ വിദൂഷകന് ചിരി വരുന്നത്. നമ്മൾ അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ജോലി, പദവി, പണം, ഇതൊക്കെ ഈ വലിയ കളിയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവന് ചിരി വരുന്നത്. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? എങ്ങനെയാണ് ഈ ആശയങ്ങളൊക്കെ വെച്ച് നമുക്ക് കുറച്ചുകൂടി ആധികാരികമായി നമ്മളായി തന്നെ ജീവിക്കാൻ പറ്റുക? വിദൂഷകന്റെ ഈ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി ഗൗരവമുള്ളൊരു കാര്യത്തിലേക്ക് വരാം. മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഖേദം എന്താണെന്നറിയാമോ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ എനിക്ക് വേണ്ടി, എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നെങ്കിൽ എന്ന്. ശരിക്കും നമ്മളായി ജീവിക്കാതിരിക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വില ഇതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വിദൂഷകന്റെ ഈ വഴിയിലൂടെ നടക്കാം? ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, മരണത്തെ ഒരു ശത്രുവായി കാണാതെ എപ്പോഴും കൂടെയുള്ള ഒരു കൂട്ടുകാരനായി കാണുക. രണ്ടാമത്, നമ്മൾ ഈ സമൂഹത്തിൽ അഭിനയിക്കുന്ന റോളുകളില്ലേ, അതൊക്കെ ഒരു കളി മാത്രമാണെന്ന് തിരിച്ചറിയുക. മൂന്നാമത്തത്, കഴിഞ്ഞതിനെക്കുറിച്ചോ വരുന്നതിനെക്കുറിച്ചോ ആലോചിക്കാതെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. നാലാമത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, ജീവിതത്തിലെ വിരോധാഭാസങ്ങളെ അംഗീകരിക്കുക. ജീവിതവും മരണവും, അറിവും വിഡ്ഢിത്തവും, ഗൗരവവും കളിയും, ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പഠിക്കുക. ഈ ഒരു ഘട്ടത്തിൽ വൈരുദ്ധ്യവും വിരോധാഭാസവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ അത് എന്ന ചിന്തയാണ്. അതെപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷെ വിരോധാഭാസം അങ്ങനെയല്ല. അത് ഇതും അതും എന്ന ചിന്തയാണ്. അത് വിപരീതങ്ങളെ ഒരുമിപ്പിക്കും. വിദൂഷകന്റെ ലോകം പണിതുയർത്തിരിക്കുന്നത് ഈ വിരോധാഭാസങ്ങളുടെ മുകളിലാണ്. അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഒരുപക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ ജ്ഞാനമെന്നത് വിഡ്ഢിതങ്ങളെ ഒഴിവാക്കുന്നതിലായിരിക്കില്ല, മറിച്ച് നാം എല്ലാവരും ഈ വലിയ ദിവ്യമായ കളിയിലെ ഓരോ വിദൂഷകർ മാത്രമാണെന്ന് സമ്മതിക്കുന്നതിലായിരിക്കുമോ? ഒന്നാലോചിച്ചു നോക്കൂ.